പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഏപ്രിൽ 14, ലോകം കണ്ട മഹാനായ ഒരു പ്രതിഭയുടെ ജന്മദിനം. ഡോക്ടർ BR അംബേദ്കർ, പേരില്ലാത്തവർക്ക് പേരും പെരുമയുമായ അംബേദ്കർ ജന്മദിനത്തിൽ ഞങ്ങൾ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടക്കമിടുകയാണ്. കുറുകുഴൽ എന്നാണ് പേര്. നമ്മുടെ ജീവിതത്തിൽ പല സ്ഥലങ്ങളിൽ, പല മേഖലകളിൽ കണ്ടുമുട്ടുന്ന പല മനുഷ്യന്മാർ, കലാപ്രതിഭയും സർഗശേഷിയുമുള്ള ഇത്തരം ആൾക്കാരിൽ പലരും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ വരാറേയില്ല. ഇങ്ങനെ കലയും കലാപ്രതിഭയുമുള്ള മനുഷ്യരുടെ ജീവിതങ്ങൾ, അനുഭവങ്ങൾ, ചിന്തകൾ, വർത്തമാനങ്ങൾ കുറുകുഴൽ ദൃശ്യമാക്കുന്നു. വാഴും കലയും വേറിട്ട് കാണാതെ ജീവിച്ച മനുഷ്യരുടെ പിന്മുറക്കാർ അവരുടെ കലയും പാട്ടും കൊട്ടും തിരിച്ചു പിടിക്കുന്നു. കുറുകുഴൽ ഒരു നവീനമായ ദൃശ്യമാധ്യമം എന്ന നിലയിൽ നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അടിത്തട്ടിൻ്റെ സ്വപ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുവരികയും എല്ലാ സമൂഹത്തിൽപ്പെട്ട സാധുക്കളായിട്ടുള്ള മനുഷ്യരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജ സമ്പത്തായിട്ട് നിലനിൽക്കുകയും ചെയ്ത KK കൊച്ചിൻ്റെ ഓർമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കുറുകുഴൽ എന്ന പേരുള്ള ഈ യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ലോഗോ ചെയ്തിട്ടുള്ളത് ദ്രവീഡിയൻ ചിത്രകലയിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള തിരുവല്ലയിലെ പ്രഭയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള, ലളിതവും എന്നാൽ ആശയസമ്പുഷ്ടമായിട്ടുള്ള ഒരു ചിത്രമാണ് ലോഗോയ്ക്കായിട്ട് ഇതിനടുത്ത് തിരഞ്ഞെടുത്തുള്ളത്. എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഈ ലോഗോ അജിത് പച്ചനാടൻ എന്ന കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ അജിത് പച്ചനാടൻ നൽകിക്കൊണ്ട് ഇത് തുടങ്ങിയിരിക്കുകയാണ്. നമസ്കാരം. ശശികുമാർ കുന്നന്താനവും സുഹൃത്തുക്കളുടെയും സംരംഭമായ കുറുകുഴൽ എന്ന യൂട്യൂബ് ചാനൽ യാഥാർത്ഥ്യമാവുകയാണ്. പുതിയ സോഷ്യൽ മീഡിയ കാലത്ത് ധാരാളം യൂട്യൂബ് ചാനലുകൾ ഉള്ളതായി നമുക്കറിയാം. അവരൊക്കെയും ചെറിയ ചെറിയ കാര്യങ്ങളിൽ, അത് പലതരത്തിലുള്ള പ്രകടനങ്ങളാവാം, പാട്ട് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കാര്യങ്ങളിലും ചില വൈദഗ്ധ്യങ്ങളോ ചില കഴിവുകളോ പ്രദർശിപ്പിക്കുന്നവരെ ഈ പുതിയ യൂട്യൂബ് ചാനലുകൾ ഇടപെട്ട് അവതരിപ്പിക്കുകയും അത് വൈറലാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്കിടയിലുള്ള വിവിധ തരത്തിലുള്ള കലാകാരന്മാർ, മറ്റേതെങ്കിലും മേഖലയിൽ കഴിവ് തെളിയിച്ചവർ, എന്നാൽ നമുക്ക് നേരിട്ട് അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത, ഒപ്പമുണ്ടെങ്കിലും വേണ്ടവണ്ണം തിരിച്ചറിയാത്ത കലാകാരന്മാരെ, അതിൽ കവികളുണ്ടാവാം, ഗായകർ, ശില്പികൾ, എഴുത്തുകാർ, അങ്ങനെ പല വിധത്തിലുള്ള കലാവ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന കുറുകുഴൽ എന്ന യൂട്യൂബ് ചാനലിന് എല്ലാവിധ ആശംസകളും. കവിത എഴുതണമെങ്കിൽ ശാർദൂല വിക്രകൃതം, സൃഗ്ധര, കുസുമമഞ്ജരി തുടങ്ങിയിട്ടുള്ള സംസ്കൃത വൃത്തങ്ങളിലോ കാകളി, കേക, നദോന്നത തുടങ്ങിയിട്ടുള്ള മറ്റ് വൃത്തങ്ങളിലോ എഴുതണം. അങ്ങനെ എഴുതുന്നവരെ മാത്രമേ കവികളായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ, അതേ കവിതയായിട്ട് കൂട്ടിയിട്ടുള്ളൂ. ഇതിൽ എഴുതണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം വേണം. അതേസമയം വിദ്യ അഭ്യസിക്കാൻ നിരോധിക്കപ്പെട്ട ഒരു സമൂഹം വേറെ. അങ്ങനെയാണ് വളരെ തന്ത്രപരമായിട്ട് മനുസ്മൃതിയുടെ ആരാധകർ കവിതയെ ജനങ്ങളിൽ നിന്നും, സാമാന്യ ജനങ്ങളിൽ നിന്നും അകറ്റിയത്. അതുകൊണ്ട് ഉണ്ടായ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിന് സമാന്തരമായിട്ട് വേറെ പല താളങ്ങളിൽ, ഇപ്പോഴും നിർവചനം അസാധ്യമായിട്ടുള്ള നിരവധി താളങ്ങളിൽ പാട്ടുകളുണ്ടായി, നാടോടി കവിതകളുണ്ടായി. ആ കവിതകൾ ആരാണ് ഉണ്ടാക്കിയതെന്ന് നമുക്കറിയാൻ വയ്യ, പല കവിതകളും. അങ്ങനെയുള്ള വലിയൊരു പാട്ടുകളുടെ വലിയൊരു ശേഖരം നമുക്ക് നഷ്ടപ്പെട്ടു പോയി.
കുറേയേറെ പാട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ പാട്ടുകളുടെ ഒരു ഉണർച്ച സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു തുടർച്ച നടത്തിക്കൊണ്ട് ആ മേഖലയിൽ പ്രവർത്തിച്ച വലിയൊരു കവിയാണ് എം.എൻ. തങ്കപ്പൻ എന്ന കവി. ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. കറുകച്ചാൽ എന്ന സ്ഥലത്ത് യുക്തിവാദ സംഘത്തിൻ്റെ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ അവിടെ വെച്ച് അദ്ദേഹത്തെ കണ്ടിരുന്നു. ഇന്ന് പല പാട്ടുകളും നാടൻപാട്ട് സംഘങ്ങൾ കേരളത്തിൽ പാടുന്ന പല പാട്ടുകളും അദ്ദേഹം എഴുതിയതാണ്. ആ ഏറ്റവും പുരാതനമായ ആ കാവ്യബോധത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും അസാധാരണമായ താളവ്യവസ്ഥകൾ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയിട്ടുള്ള പാട്ടുകളാണ്. ആ പാട്ടുകളൊക്കെ പ്രസിദ്ധമാണ്. നമ്മുടെ നാടൻപാട്ട് സംഘങ്ങൾ കേരളത്തിൽ എവിടെയും ഈ പാട്ടുകൾ പാടുന്നുണ്ട്. ആളുകൾക്കൊക്കെ ഈ പാട്ട് അറിയുകയും ചെയ്യാം. പക്ഷേ ഇത് എഴുതിയത് ആരുടെ മനസ്സിലാണ് ഈ തീ ഉണ്ടായത് എന്ന് നമ്മൾ ഓർമ്മിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഈ പുസ്തകം. തെയ്യന്താര എന്ന് പേരിട്ടിട്ടുള്ള പ്രഭയാണ് ഇതിൻ്റെ മുഖചിത്രം ചെയ്തിരിക്കുന്നത്. പ്രഭയുടെ പടങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. തെയ്യന്താര എന്ന് എഴുതിയിരിക്കുന്ന അദ്ദേഹമാണ്. നാടൻപാട്ടുകളുടെ സമാഹാരം. അതിനകത്തുള്ള ചില പാട്ടുകൾ ഞാൻ ഇങ്ങനെ മൂളി കേൾപ്പിച്ചാൽ തന്നെ അറിയാം, കേൾക്കുന്നവർക്കറിയാം ഇത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന പാട്ടുകളായിരുന്നല്ലോ. ഒന്ന്, തെക്ക് 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 ഒരു ദൈവത്താനുണ്ടേ, തെക്ക് 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 ഒരു ജന്മത്താനുണ്ടേ. ഒരുപാട് പേർക്ക് അറിയാവുന്നൊരു പാട്ടാണത്. ഇത് എഴുതിയതല്ലെന്നും എങ്ങനെയൊക്കെയോ ഉണ്ടായി വന്നൊരു പാട്ടാണെന്നുമാണ് ആളുകൾ ധരിച്ചിരുന്നത്. അതിന് പരിഹാരമാവുകയാണ് ഈ പുസ്തകം. ഓണക്കാഴ്ച എന്നുള്ള അദ്ദേഹത്തിൻ്റെ വേറൊരു കഥ. ചെക്കലുദിക്കും മുമ്പേ തെയ്യന്താര, ചെമ്പട്ട് വീശും മുമ്പേ തെയ്യന്താര, തകതാര താര, ചെമ്പാവു പാടത്തെ ചാത്തനും നീലിയും വെക്കം നടന്നേ തെയ്യന്താര, തകതാര താര. അതിനകത്ത് ഈ കവിതയ്ക്കകത്ത് അന്നത്തെ ഒരു ജീവിതാവസ്ഥ ചിത്രീകരിക്കുന്ന ഒരു ഭാഗം നമ്മൾ എല്ലാ ദിവസവും വെച്ചു പോകും. ഈ ആണ്ടിക്കാഴ്ചയില്ലേ തെയ്യന്താര, ഇക്കൊല്ലോണം വന്നേ തെയ്യന്താര. അതുപോലെ തന്നെ മടത്തിലെന്തുണ്ട് കാച്ചിക്കുടിക്കാനേ അന്തിക്കേടി കിടാത്തി തെയ്യന്താര, തകതാര താര, തകതാര തകധിമിതാര തകധിമിതാര തകധിമിതൂം, തകതാര തകധിമിതാര തകധിമിതാര തകധിമിതൂം. ആണധികാരത്തിന് എതിരെ സ്ത്രീകൾ നടത്തുന്നൊരു പോരാട്ടം പരുന്തിൻ്റെ പാട്ടിലൂടെ അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. പരുന്ത്, ഒരു പെൺപരുന്ത് മുട്ടയിട്ട് അതിനെ കുഞ്ഞിനെ കൊത്തി ഉണർത്തുന്നു. അതിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്ക് ഈ പരുന്തിന് ആൺപരുന്ത് അവകാശവാദങ്ങളായിട്ട് വരുന്ന ഒരു കവിതയാണത്. വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടുന്നൊരു കവിതയായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. ചക്കി എന്നൊരു ചെമ്പരുന്തവളോ തകതീത, ചക്കി എന്നൊരു ചെമ്പരുന്തവളോ തെയ്യാന്തയാര, തന്നെ തന്നെ കൂടുപണിഞ്ഞവളോ തകതീത, തന്നെ തന്നെ കൂടുപണിഞ്ഞവളോ തകതീത, തന്നെ തന്നെ മുട്ടയുമിട്ടവളോ തകതീത, തന്നെ തന്നെ മുട്ടയുമിട്ടവളോ തന്നാന്തീത, തന്നെ തന്നെ പൊരുന്നയിരുന്നവളോ തകതീത, തന്നെ തന്നെ പൊരുന്നയിരുന്നവളോ തന്നാന്തീത, തന്നെ തന്നെ കൊത്തിയുടച്ചവളോ തകതീത, തന്നെ തന്നെ കൊത്തിയുടച്ചവളോ തന്നാന്തീത, അപ്പ വരുന്നൊരു കണ്ടം വരുന്നവനോ തകതീത, അപ്പ വരുന്നൊരു കണ്ടം വരുന്നവനോ തന്നാന്തീത, കുഞ്ഞിനെ പാതി പകുക്കുക വേണം ഓ തകതീത, കുഞ്ഞിനെ പാതി പകുക്കുക വേണം ഓ തന്നാന്തീത. ചുണ്ട് കറുത്തത്, ചുണ്ട് ചുവന്നത് എൻ്റെയും കൂടിയാണ്, ഉടൽ കറുത്തത് എൻ്റെയും കൂടിയാണ്. അതുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഈ ആൺപരുന്ത് വരിക. പക്ഷേ കൂട് വെച്ചപ്പോഴോ മുട്ടയിട്ടപ്പോഴോ അടയിരുന്ന സമയത്തോ കൊത്തി ഉണർത്തിയ സമയത്തോ എങ്ങും ഈ ആൺപരുന്തിനെ കാണാനില്ലായിരുന്നു. വാസ്തവത്തിൽ കേരളത്തിലെ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഉണ്ണിയാർച്ചയ്ക്ക് മുമ്പുണ്ടായിട്ടുള്ള ഒരു സങ്കല്പത്തിൽ നിന്നാവാം അദ്ദേഹം എം.എൻ. തങ്കപ്പൻ്റെ ഈ ആശയം ഉണർന്നു വന്നിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു. കേരളത്തിൽ ധാരാളം നാടൻപാട്ടുകളുടെ സംഘങ്ങളുണ്ട്. അവർ എം.എൻ. തങ്കപ്പൻ്റേതടക്കമുള്ള ധാരാളം പാട്ടുകൾ പാടുന്നുണ്ട്.
പക്ഷേ പലപ്പോഴും അത് ആരുടേതാണെന്നറിയാതെ അജ്ഞാത കർത്താവ് എന്നൊക്കെ പണ്ട് പറയത്തില്ല, അതുപോലെയാണ് അവരിത് അവതരിപ്പിക്കുന്നത്. ഇന്ന ആളിൻ്റെ പേര് പറഞ്ഞ് തന്നെ ഇതിൻ്റെ അച്ഛനാരാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവതരിപ്പിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗിയും യുക്തിയും. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു നാടൻപാട്ട് സംഘം, എല്ലായിടവും പോയി നാടൻപാട്ടുകൾ ചൊല്ലുന്ന ഒരു സംഘം ഉണ്ടായതും തിരുവല്ലയിൽ നിന്നാണ്. വി.ആർ. രാമകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത ഭാര്യ വിജയകുമാരിയും ചേർന്നാണ് നാടൻപാട്ടുകളെ വളരെ മോശപ്പെട്ട ഒരു ഗാനരീതിയായിട്ട് കണ്ട ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ഒരു അവഗണിക്കപ്പെട്ട ഒരു ഗാന സമൂഹത്തെ, ഗാനസഞ്ചയത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നത് പ്രധാനമായിട്ടും തിരുവല്ലയിൽ തന്നെ നിന്ന് ആരംഭിച്ച ഒരു സംഘമാണ്. വി.ആർ. രാമകൃഷ്ണൻ്റെയും അദ്ദേഹത്തിൻ്റെ ആദരണീയായ പത്നി ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത വിജയകുമാരിയുടെയും നേതൃത്വത്തിലാണ് ഒരു സംഘം ഉണ്ടായത്. അവർ എറണാകുളത്തെ പല സ്ഥലങ്ങളിലും കൊല്ലത്തെ ടെർമിനൽസ് തിയേറ്ററിലും അടക്കം ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ട് അന്ന് വളരെ മുമ്പ് ഈ നാടൻപാട്ടുകൾ ചൊല്ലുകയായിരുന്നു. അന്നാണ് ഈ ചെക്കൽ ഉദിക്കും മുമ്പേ എന്നൊക്കെയുള്ള പാട്ടുകൾ ജനങ്ങൾ കേൾക്കുന്നത്, എഴുതിയ പാട്ടും എഴുതാത്ത പാട്ടും എല്ലാം. അതിനുശേഷം ഈ ഡൈനാമിക് ആക്ഷൻ്റെ രചനകൾ തന്നെ സംഭവിക്കുന്നു. സി ജെ കുട്ടപ്പൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടാകുന്നു. സി ജെ കുട്ടപ്പൻ്റെ കാലത്താണ് ഇത് കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്തും ഒക്കെ എത്തുന്ന ഒരു വലിയ ഗാനപ്രപഞ്ചമായിട്ട് നമ്മുടെ നാടൻപാട്ടിനെ മാറുന്നത് സി ജെ കുട്ടപ്പൻ്റെ ഒരു കാലം വരുമ്പോഴാണ്. പിന്നീട് ഇപ്പോൾ ധാരാളം സംഘങ്ങളുണ്ട്. ആ സംഘങ്ങളൊക്കെ തന്നെ ആളുകളുടെ പേര് പറയാതാണ് പലപ്പോഴും ഈ പാട്ടുകൾ പാടുന്നത് എന്നുള്ളതാണ് ഒരു വിഷമം. പി എസ് ബാനർജി അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ യൂട്യൂബിലുള്ളതിനൊക്കെ കാണുമ്പോൾ നമുക്കതെല്ലാം സത്യൻ കോമല്ലൂർ എഴുതിയതാണ്, ഗോപാൽജി വള്ളികുന്ന് എഴുതിയതാണ് എന്നെല്ലാം എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം പാട്ടുകൾ പലതും അങ്ങനെ എഴുതാത്ത പാട്ടുകളാണ്. അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ അന്ന് അക്കാലത്ത് സ്ട്രൈക്ക് ചെയ്ത ഒരു പാട്ട് അകാലത്തിൽ അന്തരിച്ച കുമരകം ബാബു എന്ന നാടൻപാട്ട് ഗായകൻ പാടിയ ഒരു പാട്ടാണ്. അത് എം എൻ നങ്കപ്പൻ എഴുതിയതാണ്. മുന്നാഴി നെല്ലിനരക്കണ്ടം കൊയ്യണ മുന്നായം പാടത്തെ കുഞ്ഞളച്ചി കൊട്ടിണുണ്ടേ തുടി കൊട്ടിണുണ്ടേ നിന്റെ പൊട്ടിയിലെടുത്തുണ്ട് പോന്നോളൂ എമ്പക്കൻ ചാലിയിലര നീരു വെള്ളത്തിൽ ചെമ്പാവു കൊയ്യണ കുഞ്ഞളച്ചി നിന്റെ മടിയിലിരിക്കണ മട്ടിയിലൊന്നു ചവയ്ക്കാനിരിക്കണുണ്ടോ മുന്നാഴി നെല്ലിനരക്കണ്ടം കൊയ്യണ മുന്നായം പാടത്തെ കുഞ്ഞളച്ചി. ഇത് കുമരകം ബാബു തന്നെ പാടി ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി നാടൻപാട്ടുകളുടെ ഒരു വലിയ ആവേശം നിറഞ്ഞ ഒരു കാലമാണ് ഉണ്ടാകാൻ പോകുന്നത്. പഴയ പാട്ടുകൾ ധാരാളം കണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ പുതിയ പുതിയ പാട്ടുകൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും നമ്മളെ ഇക്കാര്യത്തിൽ രക്ഷപ്പെടുത്തിയത് പ്രത്യേകം ഓർക്കേണ്ടുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ രക്ഷപ്പെടുത്തിയത് ഈ പ്രകൃതിയാതീത ശക്തികളൊന്നും അല്ല, ഈ സയൻസാണ്. സയൻസ് നെറ്റ് കണ്ടുപിടിക്കുകയും നെറ്റ് നമുക്ക് സമ്മാനിക്കുകയും ഇൻ്റർനെറ്റ് നമുക്ക് സമ്മാനിച്ചപ്പോൾ യൂട്യൂബ് ചാനലുകൾ തുടങ്ങാൻ സാധിച്ചു. ഇൻ്റർനെറ്റിലൂടെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു. ആ മേഖലയിലൂടെയാണ് ഇനി ഇതിൻ്റെ വളർച്ച ഉണ്ടാകാൻ പോകുന്നത്. അത് കണ്ടിട്ടാണ് പലപ്പോഴും പല ആളുകളെയും പരിപാടിക്ക് ആളുകൾ വിളിച്ചു തുടങ്ങിയിരിക്കുന്നത്. വലിയ മാറ്റങ്ങൾ ഈ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. പുതിയ പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പാടുന്ന പാട്ടുകളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയം വളരെ പൗരാണികമായ ഉപകരണങ്ങളെ അതിൻ്റെ അകമ്പടിയോടുകൂടി തനത് ശൈലിയിൽ പാടുന്ന പാട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ മുന്നേറ്റം ഈ മലയാളത്തിൻ്റെ നാടൻപാട്ട് സാഹിത്യ ഗാന രംഗത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വാസ്തവത്തിൽ സത്യം കണ്ടുപിടിക്കാൻ സാധിച്ചു, സത്യം നമ്മളോടൊപ്പം ഇപ്പോഴെങ്കിലും എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ ആഹ്ലാദിക്കുന്നൊരു കാര്യമാണ് ഇത്. അത്തം പൂത്തിറങ്ങി എന്ന് പറയുന്ന പാട്ട് സാർ എഴുതി. നമ്മുടെ ശിവപ്രസാദ് സാറിൻ്റെ വീട്ടിൽ നിന്ന് ഇത് എഴുതുന്നതും അതിനൊരു സംഗീത രൂപം കൊടുക്കുന്നതും. അത്തം പൂത്തിറങ്ങി അഞ്ഞാഴിപ്പൂ വിരിഞ്ഞു ചിത്തിരക്കതിരി കണ്ടേൻ താര ചന്ദിരം പൂക്കും പോലെ. എത്ര ദൂരത്ത് നിന്നാലും സാറിൻ്റെ വാക്കും വരികളും കേൾക്കുമ്പോൾ സാറിൻ്റെ കരസ്പർശം ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാകും. ചെമ്പട്ടു വീശും മുമ്പേ തെയ്യം താര ചെമ്പാവും പാടത്ത് ചാത്തനും നീലിയും വിക്കം നാട നടന്നേ തെയ്യം താര. സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും സാരയില്ല. ആ സുഹൃബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളത് തോന്നിപ്പോയി. അത്രയും ആശയങ്ങളും സംഗീതവും
ആ പാട്ടിനകത്ത് വന്നെന്ന് പുള്ളി സമ്മതിച്ചിട്ടുള്ളത്. മുന്നാഴി നെല്ലിനരക്കണ്ടം കൊയ്യേണ മുന്നായം പാടത്തെ കുഞ്ഞേളച്ചി. ഇത് ഇതെൻ്റെ സെന്തിടിക്കുന്നൊരു പാട്ടാണ്. തെക്കു തെക്കേ തെക്കേ എന്നൊരു ദൈവത്താനുണ്ട്, തെക്കു തെക്കേ തെക്കേ എന്നൊരു ചെമ്മന്താനുണ്ട്. പക്ഷെ അത് ഒരിക്കൽ അപ്പച്ചൻ ഗുരുദേവൻ ഇതിന് എതിരായി. ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലെ നാടൻപാട്ട് സംഘങ്ങളിൽ ഈ പാട്ട് പാടുന്നുണ്ട്. പക്ഷെ എമ്മൻ്റെ പേര് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ.